സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു ഹബനേറോ പെപ്പർ എന്ന് പറഞ്ഞ പെപ്പറാണ്. അപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതാണ് ഗ്രേറ്റ് ഇൻ സൽസസ് ആൻഡ് സോസസ്. അപ്പോൾ ഇതാണ് ഈ ഓറഞ്ച് കളറിലാണ് ഹബനേറോ പെപ്പർ. പിന്നെ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എക്സ്ട്രീംലി ഹോട്ട് ആൻഡ് സ്പൈസി വിത്ത് എ സ്മോക്ക് സ്വീറ്റ്നെസ് എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. പെരിഷബിൾ, വാഷ് ബിഫോർ യൂസിങ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെ deliciously hot with unusual flavor. Their citrus and floral notes go well with tropical fruits such as mango or pineapple. അപ്പോൾ മാംഗോ പൈനാപ്പിളായിട്ട് നല്ലതായിട്ട് ചേരുന്ന പറയണത്. പിന്നെ എന്താണ്, വർക്ക് വെൽ വിത്ത് ആപ്പിൾ ഓർ ഓറഞ്ച്. സോസും ഇതൊക്കെ ഉണ്ടാക്കാൻ, സൽസയൊക്കെ ഉണ്ടാക്കാമെന്നാണ് പറയണത്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിലൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിൽ നോൺ GMO എന്നും പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ജനറ്റിക്കലി മോഡിഫൈഡ് അല്ലെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹെയർലൂം വെറൈറ്റി തന്നെയാണ്. അപ്പോൾ GMO ഫുഡ്സ് ശരീരത്തിന് ഭയങ്കര ദോഷമായിട്ട് ബാധിക്കും. അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷനൊക്കെ നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെപ്പറ്റി ഇതിവിടെ എഴുതിയിട്ടുണ്ട്. The products that bear the non-GMO seal are produced without genetically engineered ingredients. Okay. അപ്പോൾ ഇതാണ് നമ്മുടെ ഹബനേറോ പെപ്പർ. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറയുകയാണെങ്കിൽ, ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഇതാണ്, ക്യാപ്സിക്കം ചൈനൻസ് ഹബനേറോ എന്നാണ് പറയണത്. പിന്നെ അത് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ് വളരുന്നത്. അപ്പോൾ ഇത് യൂസ്ഡ് പിന്നെ മെയിൻലി മെക്സിക്കൻ, സെൻട്രൽ അമേരിക്കൻ ക്യൂസൈൻസിലാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ കൂടുതലും അവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഒറിജിൻ ക്യൂബയിലാണെന്ന് പറയപ്പെടുന്നു. അതിന് പല തർക്കങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് മെക്സിക്കോയിലെ, മെഹിക്കോ എന്നാണ് പറയുന്നത്. മെഹിക്കോയിലെ യുക്കട്ടൻ പെനിൻസുല, അവിടെയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. പിന്നെ കുറേ വെറൈറ്റീസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ 12-ൽ പരം വെറൈറ്റീസ് ഉണ്ട്. പിന്നെ പല കളറിലും അവൈലബിൾ ആണ്. ഈ ഓറഞ്ച് വെറൈറ്റിയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. പിന്നെ നമ്മളൊരു തൈ നടുകയാണെങ്കിൽ 60 മുതൽ 75 ദിവസം വരെ ഉള്ളിൽ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയണത്, ഒരു ആവറേജ് കണക്കാണ് പറയണത്. പിന്നെ അതിൻ്റെ ഹോട്ട്നെസ് പറയണമെങ്കിൽ 2 lakh to 3 lakh സ്കോവിൽസ് ഓഫ് ഹീറ്റ് എന്നാണ് പറയുന്നത്. ചിലവർ 3,50,000 പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഗോസ്റ്റ് പെപ്പർ അല്ലെങ്കിൽ ബൂർജലോക്കിനേക്കാൾ എരിവ് കുറവാണെന്നാണ് പറയണത്. അപ്പോൾ ഇത് ഒരെണ്ണം മുറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഈ വെള്ളപ്പാട്ടില്ലേ, സീഡിലല്ല, ഇത് ഈ വെള്ളപ്പാട്ട്, അവിടെയാണ് ഇതിൻ്റെ എരിവ് ഇരിക്കണമെന്ന് പറയണത്. അപ്പോൾ ഈ ക്യാപ്സൈസിൻ എന്ന് പറഞ്ഞിട്ടൊരു കെമിക്കൽ കമ്പൗണ്ട് ഉണ്ട്, അതുമാണ് ഈ എരിവ് നൽകുന്നതെന്ന് പറയണത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാം. നമ്മൾ മലയാളിയെ സംബന്ധിച്ച് ഈ പറഞ്ഞ വലിയ എരിവൊന്നുമില്ല. ഇത് ആദ്യമേ കഴിക്കുമ്പോൾ എരിവില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ തൊണ്ടയിലോട്ട് ഇറങ്ങുമ്പോഴുള്ള ഒരു എരിവേ ഉള്ളൂ. എന്നാലും മറ്റേ നമ്മുടെ നാട്ടിൽ മറ്റേ ബൂർജോലോക്കി എന്ന് പറഞ്ഞ മുളകുണ്ടല്ലോ, എന്താണ് ഈ മാലിമുളക്, അതിൻ്റെ അത്ര എരിവില്ല, എന്നാലും അത്യാവശ്യത്തിന് എരിവുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹബനേറോ മുളക്. ഇപ്പോൾ കേരളത്തിലെ മുളകിൻ്റെ എരിവൊക്കെ തന്നെയുണ്ട് ഇതിന്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സോസുകളൊക്കെ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. പിന്നെ സീഡും ഇന്ത്യയിൽ കിട്ടും, Amazon.in-ലൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യ കിട്ടുന്ന ഇത്തിരി ഹൈബ്രിഡ് സീഡാണ്, ഹെയർലൂം സീഡല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഹബനേറോ. പിന്നെ ഇത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ കുറേ കൊലകൊലയായിട്ട് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, വേറൊരു ടിപ്പ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ മുളക് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് കളയരുതെന്ന് പറഞ്ഞു. ഇത് കളയാതിരുന്ന് കഴിഞ്ഞാൽ മുളക് കൂടുതൽ നാൾ ലാസ്റ്റ്, ഈ ഫ്രിഡ്ജിലാണെങ്കിലും പുറത്ത് വെച്ചാലും. അപ്പോൾ ഇതൊക്കെയാണ് ഹബനേറോ മുളകിൻ്റെ വിശേഷങ്ങൾ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നാട്ടിലും പിടിപ്പിക്കേണ്ടതാണ്, കണ്ടമാനം ഉണ്ടാവും. ഓക്കെ.